എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമ്മൾ മൈക്രോസോഫ്റ്റ് എക്സലിൻ്റെ പാർട്ട് 7 മെർജ് ആൻഡ് സെൻറ്റർ അല്ലെങ്കിൽ മെർജ് സെല്ലാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. മെർജ് സെൽ എന്ന് പറഞ്ഞാൽ നമ്മൾ പല സെൽസുകൾ നമ്മൾ സെലക്ട് ചെയ്ത് മെർജ് ചെയ്യുവാണെങ്കിൽ അത് ഒരൊറ്റ സെല്ലായിട്ട് നമുക്ക് കിട്ടും. ഇത് 3 റോസ് നമ്മൾ സെലക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ മെർജ് ആൻഡ് സെൻറ്റർ ഇത് 4 ഓപ്ഷനുണ്ട്. മെർജ് ആൻഡ് സെൻറ്റർ, മെർജ് എക്രോസ്, മെർജ് സെൽസ് ആൻഡ് മെർജ് സെൽസ്. മെർജ് ആൻഡ് സെൻറ്റർ കൊടുക്കുകയാണെങ്കിൽ മെർജ് ആൻഡ് സെൻറ്റർ കൊടുക്കുമ്പോൾ ഈ എല്ലാ സെൽസും കൂടി മെർജ് ചെയ്ത് ഒരു 1 സെല്ലായിട്ട് മാറി നമ്മൾ ടൈപ്പ് ചെയ്യുമ്പോൾ നമുക്ക് അത് സെൻറ്ററായിട്ട് ഡിസ്പ്ലേ ചെയ്ത് വരും. ഇനി നമുക്ക് അൺമെർജ് ഉണ്ട്. അതിൽ അൺമെർജ് സെല്ല് കൊടുക്കുകയാണെങ്കിൽ നമ്മൾ എങ്ങനെയാണ് പഴയ ഫോർമാറ്റിൽ ഇരുന്ന് അതിലേക്ക് നമുക്ക് തിരിച്ചു വരാം. ഇനി നെക്സ്റ്റ് ഇതാണ് മെർജ് എക്രോസ്. മെർജ് എക്രോസ് നമുക്ക് ചെയ്യുമ്പോൾ കമ്പൈൻ ദ സെലക്ടഡ് സെൽസ് ഇൻ ഈച്ച് റോ ബേസ് ചെയ്താണ് മെർജ് ചെയ്യുന്നത്. ഇങ്ങനെ റോ ബേസ് ആയിട്ട് നമുക്ക് മെർജ് ചെയ്യും. അതാണ് മെർജ് സെൻറ്റർ എന്ന് പറഞ്ഞാൽ. മെർജ് സെൻറ്റർ അപ്പോൾ അൺമെർജ് സെൽസ് കൊടുക്കുകയാണെങ്കിൽ നമുക്ക് പഴയ ഫോർമാറ്റിലേക്ക് തിരിച്ചു വരാം. മെർജ് സെൽസ് എന്ന് പറഞ്ഞാലും ഇതുപോലെ തന്നെ കമ്പൈൻസ് ദ സെലക്ടഡ് സെൽ ഇൻ എ സിംഗിൾ സെല്ല്. സെയിം തന്നെ മെർജ് ആൻഡ് സെൻറ്റർ കൊടുത്തതുപോലെ തന്നെ, പക്ഷേ മെർജ് ആൻഡ് സെൻറ്റർ കൊടുക്കുമ്പോൾ ടെക്സ്റ്റ് സെൻറ്ററായിട്ട് വരും. മെർജ് സെൽസ് എന്ന് പറഞ്ഞാൽ സെൽസ് മെർജ് സെൽസ് ഡിസ്പ്ലേ ചെയ്ത് വരും. അപ്പോൾ ഇതാണ് നമുക്ക് മെർജ് സെൽ ആൻഡ് മെർജ് ആൻഡ് സെൻറ്റർ, മെർജ് എക്രോസ്. നമുക്ക് അൺമെർജ് സെൽസ് കൊടുക്കുമ്പോൾ നമുക്ക് പഴയ ഏത് ഫോർമാറ്റാണോ ആ ഫോർമാറ്റിലേക്കൊക്കെ നമുക്ക് യൂസ് ചെയ്യാം. ഈ മെർജ് ആൻഡ് സെൻറ്ററൊക്കെ നമ്മൾ ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്ന ഏതെങ്കിലും ഹെഡിങ്സ് ഒക്കെ സെറ്റ് ചെയ്യാനാണ്. ഇപ്പോൾ ഇവിടെ നമ്മൾ കുറച്ച് നെയിമും മാർക്സ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. ഇവിടെ നമുക്കൊരു മാർക്ക് ലിസ്റ്റ് ഓഫ് സ്റ്റുഡൻസിനോ അങ്ങനെ എന്തെങ്കിലും ഒരു ഹെഡിങ് കൊടുക്കണമെന്ന് വിചാരിക്കാം. അപ്പോൾ ഇവിടെ നമ്മൾ നേരത്തെ പഠിച്ചിട്ടുണ്ട് ഒരു റോ. ഇവിടെ നമുക്ക് റോ ഇൻസേർട്ട് ചെയ്യാം. നമ്മൾ റോ ഇൻസേർട്ട് ചെയ്യാനൊക്കെ എങ്ങനെയാണെന്നുള്ളത് പഠിച്ചിട്ടുണ്ട്. ഇൻസേർട്ടിൽ റോ ഉണ്ട്. ഇൻസേർട്ട് ഷീറ്റ് റോസ് എടുത്താൽ മതി. അപ്പോൾ ഒരു റോ വന്ന് നമുക്കിവിടെ മാർക്ക് ലിസ്റ്റ് കൊടുക്കണം. അപ്പോൾ ഹെഡിങ് കൊടുക്കണമെങ്കിൽ നമ്മൾ സെലക്ഷൻ കൊടുക്കുക. ആ റോസിലെ എല്ലാ സെൽസും, ആ റോസ് ഫുള്ളായിട്ട് നമുക്ക് സെലക്ഷൻ കൊടുത്തിട്ട് നമ്മൾ മെർജ് ആൻഡ് സെൻറ്റർ കൊടുക്കുക. മെർജ് ആൻഡ് സെൻറ്റർ കൊടുത്തതിന് ശേഷം നമുക്കവിടെ ടൈപ്പ് ചെയ്യാം മാർക്ക് ലിസ്റ്റ്. ഇങ്ങനെ നമുക്ക് ഒരു ഹെഡിങ് കൊടുക്കാനും മെർജ് ആൻഡ് സെൻറ്റർ യൂസ് ചെയ്യും. ഇവിടെ മെർജ് ചെയ്യുമ്പോൾ നമ്മൾ യൂസ് ചെയ്യേണ്ട വേറൊരു കാര്യമുണ്ട്. ഇപ്പം നമ്മളിവിടെ ആപ്പിള്, പിയർ, ഗ്രേപ്സ്, ഓറഞ്ച്, ഇങ്ങനെ നമ്മൾ ഇത് കൊടുത്തു കഴിഞ്ഞപ്പോൾ നമ്മൾ മെർജ് ചെയ്യാമെന്ന് വിചാരിക്കാം. മെർജ് ചെയ്യുമ്പോൾ എന്താ സംഭവിക്കണമെന്ന് ചോദിച്ചാൽ, ഇപ്പോൾ ഞാൻ ഈ ആപ്പിളും പിയറും നമ്മൾ മെർജ് ചെയ്യുമ്പോൾ മെർജ് ആൻഡ് സെൻറ്റർ കൊടുക്കുമ്പോൾ നമ്മൾ ചോദിക്കുന്നത് സെലക്ഷൻ കണ്ടൻസ് മൾട്ടിപ്പിൾ ഡാറ്റ വാല്യൂസ്. മെർജ് ഇൻ ടു 1 സെൽ വിൽ കീപ് ദ അപ്പർ ലെഫ്റ്റ് മോസ്റ്റ് ഡാറ്റ ഉള്ളി. നമുക്ക് ഫസ്റ്റ് നമ്മൾ ഏതാണ് അപ്പർ മോസ്റ്റ് ഉള്ള, അതായത് ഫസ്റ്റ് വേർഡ് ഏതാണ് അത് മാത്രമേ നമുക്ക് ഡിസ്പ്ലേ ചെയ്ത് വരികയുള്ളൂ. നമ്മളിപ്പോൾ അൺമെർജ് ചെയ്ത് കൊടുത്താലും ആ ഒരു വേർഡ് മാത്രം നമുക്ക് പിന്നെ ഡിസ്പ്ലേ ചെയ്ത് വരത്തുള്ളൂ. ഇനി അത് ഏത് ഓപ്ഷൻസ്, ഇപ്പം മെർജ് സെൽസോ മെർജ് ആൻഡ് സെൻറ്ററോ എങ്ങനെ കൊടുത്താലും ഇത് മാത്രം നമുക്ക് ഡിസ്പ്ലേ ചെയ്ത് വരും. നമുക്ക് ഫസ്റ്റ് ഏത് വേർഡാണോ ആ വേർഡ് മാത്രം. ഇപ്പോൾ ഈ ആപ്പിൾ, ഗ്രേപ്സ്, ഓറഞ്ച് എല്ലാം കൂടി ഞാൻ സെലക്ട് ചെയ്തു മെർജ് ആൻഡ് സെൻറ്ററോ മെർജ് സെൽസോ ഏതെങ്കിലും കൊടുക്കാമെന്ന് വിചാരിക്കാം. മെർജ് സെൽസ് കൊടുക്കുകയാണെങ്കിൽ നമുക്ക് നമ്മളോട് ചോദിക്കുന്നത് സെലക്ഷൻ കണ്ടേ മൾട്ടിപ്പിൾ ഡാറ്റ വാല്യൂസ്. മെർജ് ഇൻ ടു 1 സെൽ വിൽ കീപ് ദ അപ്പർ ലെഫ്റ്റ് മോസ്റ്റ് ഡാറ്റ ഉള്ളി. ഒരു വേർഡ് മാത്രമേ നമുക്ക് ഡിസ്പ്ലേ ചെയ്ത് വരുള്ളൂ. ഇനി നമുക്ക് അതല്ല, നമുക്ക് എല്ലാ വേർഡും നമുക്ക് വരണമെന്നുണ്ടെങ്കിൽ നമുക്ക് കോൺകാറ്റിനേഷൻ എന്തെങ്കിലും യൂസ് ചെയ്യേണ്ട വരും. നമുക്ക് ഫോർമുലയുണ്ട് കോൺകാറ്റിനേറ്റിൻ്റെ. അതായത് 2 വേർഡ്സുകൾ തമ്മിൽ മെർജ് ചെയ്യാം. ആ മെർജ് ചെയ്യാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യേണ്ടി വരും. ഇപ്പോൾ എക്സാമ്പിളായിട്ട് നമ്മൾ പറയുവാണെങ്കിൽ ഇപ്പോൾ ഇവിടെ നമ്മൾ ടൈപ്പ് ചെയ്യണം മൈക്രോസോഫ്റ്റ്, നെക്സ്റ്റ് സെല്ലിൽ എക്സൽ എന്ന് കൊടുത്തു. മൈക്രോസോഫ്റ്റ് എക്സൽ. തൊട്ട് താഴെ നമ്മൾ കൊടുക്കുകയാണ് മൈക്രോസോഫ്റ്റ് വേർഡ്, മൈക്രോസോഫ്റ്റ് എക്സൽ
മൈക്രോസോഫ്റ്റ് വേർഡ്. മൈക്രോസോഫ്റ്റ് വേർഡ് നമ്മളിവിടെ കൊടുക്കാം. മൈക്രോസോഫ്റ്റ് വേർഡ് ഇങ്ങനെ നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ നമ്മളിവിടെ മെർജ് ചെയ്യുമ്പോൾ മെർജ് ആൻഡ് സെൻറ്റർ കൊടുക്കുകയാണെങ്കിൽ ഓക്കെ കൊടുത്താൽ മൈക്രോസോഫ്റ്റിൽ നിന്ന് മാത്രമേ നമുക്ക് ഡിസ്പ്ലേ ചെയ്ത് വരുള്ളൂ. അപ്പം നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമുക്ക് ഇവിടെ നമ്മൾ കോൺകാറ്റിനേഷനോ അല്ലെങ്കിൽ ഫോർമുല യൂസ് ചെയ്യാം. ഫോർമുല യൂസ് ചെയ്യുമ്പോൾ ഇത് നമുക്ക് എഫിൻ്റെ റോ 3 ഇത് G3 ഇത് F3 ഇത് G3. അപ്പം നമ്മൾ ഫോർമുല യൂസ് ചെയ്യുമ്പോൾ എപ്പോഴും നമ്മൾ ഈക്വൽ ടു യൂസ് ചെയ്യാം. നമ്മുടെ ഫോർമുല ഈക്വൽ ടു യൂസ് ചെയ്യാം. അതിനുശേഷം നമ്മൾ F3 കോൺകാറ്റേഷൻ ഒന്നുകിൽ കോൺകാറ്റിൽ യൂസ് ചെയ്യാം, അല്ലെങ്കിൽ നമുക്ക് ആംപർസാൻഡ് യൂസ് ചെയ്താലും മതി. ആംപർസാൻഡ് G3 ഇത് നമ്മൾ യൂസ് ചെയ്യുമ്പോൾ പ്രത്യേകത എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അപ്പോൾ നമുക്ക് സ്പേസ് വന്നിട്ടില്ല. അപ്പോൾ നമുക്ക് സ്പേസ് വരണമെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? അവിടെ ആംപർസാൻഡിന് ശേഷം നമുക്ക് സ്പേസ് കൊടുക്കാം. ഡബിൾ കോട്ട്സ് കൊടുത്താൽ മതി. ഒരു സ്പേസ് ഇട്ടിട്ട് സ്പേസ് കൊടുക്കുക. വീണ്ടും ആംപർസാൻഡ് യൂസ് ചെയ്താൽ മതി. അപ്പോൾ നമുക്ക് അതിൻ്റെ സ്പേസും കൂടി ഉൾപ്പെട്ട് ചെയ്യാം. ഇത് നമുക്ക് എക്സൽ ഒരു പ്രത്യേകത ഉണ്ട്. നമ്മൾ ഫോർമുല കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഡ്രാഗ് ചെയ്താൽ മതി. ബാക്കിയുള്ള വേർഡ്സിനൊക്കെ വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഡ്രാഗ് ചെയ്താൽ മതി. മൈക്രോസോഫ്റ്റ് വേർഡ് അപ്പോൾ ഇങ്ങനെ നമുക്ക് മെർജ് ചെയ്യാം. അല്ല എങ്കിൽ നമുക്ക് വേറൊരു മെത്തേഡാണ്. നമുക്ക് ഈക്വൽ ടു കോൺകാറ്റിനേറ്റ് എന്ന് പറഞ്ഞാൽ നമുക്കൊരു ഫോർമുല ഉണ്ട്. കോൺകാറ്റിനേറ്റ് കൊടുക്കാം. ഡബിൾ ക്ലിക്ക് കൊടുത്താൽ മതി. നമ്മൾ മൈക്രോസോഫ്റ്റ് എക്സൽ ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യാം. ഇത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് സ്പേസ് വരത്തില്ല. അപ്പോൾ സ്പേസ് വരണമെന്നുണ്ടെങ്കിൽ ഇതിന് ശേഷം നമ്മൾ ഈ കോമയ്ക്ക് ശേഷം ഒരു സ്പേസ് ഇട്ട് കൊടുത്താൽ മതി. കോമ അങ്ങനെ യൂസ് ചെയ്യാം. ഒന്നെങ്കിൽ ഫോർമുല യൂസ് ചെയ്യാം, അല്ലെങ്കിൽ കോൺകാറ്റിനേറ്റ് എന്നുള്ളത് യൂസ് ചെയ്യാം. എന്ത് യൂസ് ചെയ്താലും നമുക്ക് ആദ്യത്തെ ആണെങ്കിൽ അതായിരിക്കും കുറച്ചുകൊണ്ട് എളുപ്പം കോൺകാറ്റിനേറ്റ് ചെയ്യാൻ വേണ്ടി ആദ്യത്തെ A1 അങ്ങനെ പ്രസ് ചെയ്തിട്ട് കൊടുത്താലും മതി. അപ്പോൾ നമുക്ക് ഏതെങ്കിലും ഇത് നമുക്ക് മനസ്സിലാവാത്തതുണ്ടെങ്കിൽ നമുക്ക് ഇതിലേക്ക് നോക്കിയാൽ മതി. അപ്പോൾ ഇത് നമ്മൾ കോൺകാറ്റിനേറ്റ് യൂസ് ചെയ്തിരിക്കുന്നതാണല്ലോ. ഇപ്പോൾ ഇത് തന്നെ നമുക്ക് ആദ്യത്തെ ഫോർമുല വെച്ചിട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ അപ്പോൾ ആദ്യത്തെ ഫോർമുല വെച്ച് ആദ്യം ചെയ്തതുപോലെ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈക്വൽ ടു F9 ആൻഡ് സ്പേസ് ആൻഡ് G9 ഇങ്ങനെ ചെയ്താലും മതി. അപ്പോൾ രണ്ട് രീതിയിലുണ്ട്. ഇത് വൺ മെത്തേഡ്. ഇത് നമുക്ക് മനസ്സിലാവാത്തതുണ്ടെങ്കിൽ നമുക്ക് ജസ്റ്റ് ഇത് ഫസ്റ്റ് സെല്ല് സെലക്ട് ചെയ്ത് അത് ഇവിടെ എങ്ങനെയാണ് ഫോർമുല കൊടുത്തിരിക്കുന്നതെന്ന് നോക്കിയാൽ മതി. ഇത് യൂസിങ് കോൺകാറ്റിനേറ്റ്, ഇത് യൂസിങ് ഫോർമുല. രണ്ട് മെത്തേഡിലും നമ്മൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ നമുക്ക് ഡാറ്റ നമുക്ക് മെർജ് ചെയ്യാം. അപ്പോൾ മെർജ് ചെയ്യുമ്പോൾ എന്താ വെച്ചാൽ ഇപ്പോൾ ഇതിലേക്കൊക്കെ നമുക്ക് കോപ്പി ചെയ്യാം. ഇപ്പോൾ എക്സാമ്പിൾ ഇതിലേക്ക് നമുക്ക് കോപ്പി ചെയ്യണമെങ്കിൽ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ഇത് വേണ്ട, നമുക്ക് ഈ സെല്ല് വേണ്ട, നമുക്ക് ഇവിടെ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് വേറൊരു സ്ഥലത്ത് വേണമെന്നുണ്ടെങ്കിൽ ഇതൊക്കെ നമുക്ക് ശരിക്കും പറഞ്ഞാൽ ഇപ്പോൾ ഒരു ഫോർമുല അപ്ലൈ ചെയ്തിരിക്കുന്നതുകൊണ്ട് നമുക്കിതൊരു വാല്യൂസ് ആയിട്ടൊക്കെ എടുക്കാൻ പറ്റുമോ കോപ്പി പേസ്റ്റ് ഒക്കെ ചെയ്യുമ്പോൾ. ഇപ്പോൾ എക്സാമ്പിൾ ഇത് ഞാൻ കോപ്പി പേസ്റ്റ് ചെയ്യാം. ഇത് ഞാൻ വേറൊരു ഷീറ്റിലേക്കോ അല്ലെങ്കിൽ ഇപ്പോൾ നമുക്ക് ഫസ്റ്റ് ഇതിലേക്കൊക്കെ നമുക്ക് കോപ്പി ഉണ്ടെന്ന് വിചാരിക്കുക. ഇപ്പോൾ എക്സാമ്പിൾ മൈക്രോസോഫ്റ്റ് എക്സൽ നമ്മൾ കോപ്പി ചെയ്തു. റൈറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യാം, കോപ്പി കൊടുക്കുക. കോപ്പി കൊടുത്തതിന് ശേഷം ഇവിടെ നമുക്ക് റൈറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് പേസ്റ്റ് അല്ല പേസ്റ്റ് സ്പെഷ്യലാണ് കൊടുക്കേണ്ടത്. അതിൻ്റെ വാല്യൂസ് കൊടുക്കണം. പേസ്റ്റ് സ്പെഷ്യലിൻ്റെ വാല്യൂസ് അല്ലെങ്കിൽ ഒന്ന് ഇതെടുക്കുക, അല്ലെങ്കിൽ പേസ്റ്റ് സ്പെഷ്യൽ എടുത്തതിന് ശേഷം ഇവിടെ നിന്ന് നമുക്ക് പേസ്റ്റ് സ്പെഷ്യൽ എടുത്തതിന് ശേഷം വാല്യൂസ് എന്ന് എടുക്കുന്നുണ്ട്. ആ വാല്യൂസ് കൊടുക്കുക. അല്ല എങ്കിൽ നമ്മൾ ഈ 1 2 3 കൊടുത്താൽ മതി. വാല്യൂസ് പേസ്റ്റ് സ്പെഷ്യൽ വാല്യൂസ് കൊടുക്കുക. അപ്പോൾ അവിടെ നമുക്ക് മൈക്രോസോഫ്റ്റ് എക്സൽ എന്നിട്ട് നമുക്ക് ഈ മെർജ് ചെയ്യണമെന്ന് വിചാരിക്കാം. ഇത് തമ്മിൽ മെർജ് ചെയ്യണമെങ്കിൽ ഈ സെലക്ഷൻ കൊടുക്കുക, മെർജ് ആൻഡ് സെൻറ്റർ കൊടുക്കുമ്പോൾ ഓക്കെ കൊടുക്കുക. അപ്പോൾ നമുക്ക് ഒരൊറ്റ ഇതായിട്ട് മെർജ് ചെയ്ത് വന്നിട്ടുണ്ടാവും. അങ്ങനെയും നമുക്ക് ചെയ്യാം. ഇങ്ങനെ നമുക്ക് ഡിഫറെൻറ്റ് മെത്തേഡിൽ നമുക്ക് ഡേറ്റ നഷ്ടപ്പെട്ടു പോകാതെ
നമുക്ക് ചെയ്യാവുന്നതാണ്. ഇത് ഏറ്റവും കൂടുതൽ നമ്മൾ യൂസ് ചെയ്യുന്ന ഫസ്റ്റ് നെയിം, ലാസ്റ്റ് നെയിം ആയിട്ട് നമ്മൾ ഫുൾ നെയിമൊക്കെ സെറ്റ് ചെയ്യുമ്പോഴാണ് ഇതിൽ ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്നത്. ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്നത് ഇതുപോലെ ഒരു ടേബിളിൻ്റെയൊക്കെ ഹെഡിങ്സ് സെറ്റ് ചെയ്യുക. അപ്പോഴൊക്കെ നമുക്ക് മെർജ് ആൻഡ് സെൻറ്റർ സിമ്പിളായിട്ട് യൂസ് ചെയ്താൽ മതി. പിന്നെ നമ്മൾ പേജ് സ്പെഷ്യലാണ് പഠിച്ചത്. അതായത് നമുക്ക് വാല്യൂസ്, അതായത് ഈ പേജ് സ്പെഷ്യലൊക്കെ നമ്മൾ മെയിനായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് വലിയ ഡേറ്റാസ്, ഒരുപാട് ഡേറ്റാസ് ഇപ്പോൾ ഡൗൺലോഡ് ചെയ്ത് വലിയ ഡേറ്റാസൊക്കെ നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റും പേജ് സ്പെഷ്യലാണ് യൂസ് ചെയ്യാൻ. അതിന് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പിന്നീട് പഠിക്കാം. നെക്സ്റ്റ് ക്ലാസ്സിൽ നമ്മൾ പഠിക്കാൻ പോകുന്ന ഡ്യൂപ്ലിക്കേറ്റ് വാല്യൂസ് ആണ്. ഡ്യൂപ്ലിക്കേറ്റ് വാല്യൂസ് എങ്ങനെ കണ്ടുപിടിക്കാം, അതിനെങ്ങനെ ഡിലീറ്റ് ചെയ്ത് കളയാം, അതായത് കണ്ടീഷണൽ ഫോർമാറ്റിനെ കുറിച്ചാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബും ലൈക്കും ചെയ്യുക. നിങ്ങളുടെ നിർദ്ദേശങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തണമെന്ന് അപേക്ഷിക്കുന്നു. താങ്ക് യു.